കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് മുതൽ ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനി കളം നിറയുകയാണ്. വിമത വിഭാഗവുമായി ആദ്യഘട്ട ചർച്ചകൾ തുടങ്ങും. എന്ത് അടവ് നയമാകും അവരുടെ മുൻപിൽ വെക്കുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. 21 വൈദികരും വിമത നേതാക്കളുമായി അരമന പിടിച്ചെടുക്കൽ സമരം അവസാനിപ്പിക്കാനുണ്ടായ കൂടിക്കാഴ്ചയിൽ ചില ഉറപ്പുകൾ കൊടുത്തതായി മുണ്ടാടൻ അച്ഛൻ പറയുകയുണ്ടായി. എന്നാൽ അതെല്ലാം വെറും ആവശ്യങ്ങൾ മാത്രമായിരുന്നുവെന്നും അതെഴുതിയ കുറിപ്പിൽ നോക്കി വായിക്കുകയായിരുന്നു എന്നതാണ് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ വരെ നടന്ന വിവിധ പരിപാടികളിൽ നിന്നും വ്യക്തമായത്. കൃത്യമായി ഉറപ്പ് കിട്ടിയ കാര്യങ്ങൾക്ക് പിന്നെയും ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം നടത്തേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, ഓരോ പരിപാടി നടത്തുമ്പോഴും അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ സഭാ മീഡിയ കമ്മീഷൻ രംഗത്ത് വരുന്നുണ്ട്. സഭയുടെ നിലപാടാണ് മീഡിയ സെക്രട്ടറി വടക്കേക്കര അച്ഛൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരമാണ് പ്രസ്താവന ഇറക്കുന്നത് എന്ന മട്ടിൽ വിമത അൽമായ നേതാവ് പ്രതികരിച്ചത് പോഴത്തരം എന്നേ പറയാനുള്ളൂ. വിമതരെ പോലെ ആർക്കും എന്തും വിളിച്ചു പറയാൻ സാധിക്കില്ലല്ലോ. ഒപ്പം അരമനയിൽ അതിക്രമിച്ചു കയറി സമരം നടത്തി പോലീസുകാരെ വരെ വൈദികർ കൂട്ടം ചേർന്ന് ആക്രമിച്ചു എന്നതും തുടർന്ന് പോലീസ് പരാതിയും പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി. അതിനെയൊക്കെ മറികടക്കാൻ എന്തൊക്കെ നാടകങ്ങൾ അവതരിപ്പിച്ചാലും പരിഹാരമാകില്ല. അതിന് ഉദാഹരണമാണ് ജനപങ്കാളിത്തമില്ലായ്മ എന്നത് ശ്രദ്ധേയമാണ്. ഇനി എങ്ങനെയെങ്കിലും കേസുകളിൽ നിന്നും തല ഉയരണം, സഭാ നടപടികളിൽ നിന്നും രക്ഷപ്പെടണം. അതിനായി ചില വിട്ടുവീഴ്ചകൾ ആവാമെന്ന വിമതരിൽ തന്നെ അഭിപ്രായമുണ്ട്. അതനുസരിച്ച് സമവായ സമയത്തുണ്ടായ രീതിയിൽ ഞായറാഴ്ചകളിൽ ഒരു കുർബാന എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അറിയുന്നു. അത് ഒറ്റയടിക്ക് എല്ലാ വൈദികരെയും സമ്മതിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ കാനോൻ നിയമപ്രകാരം നടപടിയെടുത്തിട്ടുള്ള വൈദികരുടെ കാര്യം തീരുമാനിക്കാൻ ഈ ചർച്ചകൾ കൊണ്ട് സാധിക്കുമോ എന്നത് സംശയമാണ്. മാർ പാംപ്ലാനി വൈദികരെ എല്ലാവരെയും നേരിൽ കണ്ട അഭിപ്രായം ചോദിച്ചു. അതിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാകും മുന്നോട്ട് പോവുക എന്നറിയുന്നു. അദ്ദേഹത്തിന്റെ അടക്കം 35 രൂപതകളിലും വൈദികരോട് അഭിപ്രായം ചോദിച്ചിട്ടാണോ ഇപ്പോൾ കുർബാന ക്രമം നടപ്പിലാക്കിയത്. തലശ്ശേരി അതിരൂപതയിലും 45-ൽ പരം വൈദികർ ജനാഭിമുഖ കുർബാന ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തം അതിരൂപതയിൽ അനുവാദം കൊടുക്കുമോ? ഇരിങ്ങാലക്കുട 68, തൃശൂർ 125 പേരോളം, പാലക്കാട് 28, ഇങ്ങനെ പോകുന്നു പട്ടിക. അവരെല്ലാം സഭയെ അനുസരിച്ച് ഒപ്പം നിൽക്കുകയല്ലേ. സഭയെടുത്ത തീരുമാനങ്ങൾ 35 രൂപതകളിൽ 34 സ്ഥലത്തും നടപ്പിലാക്കി. ഒരു അതിരൂപതയിലെ ഒരു രീതിയിലും സഭയ്ക്ക് വഴങ്ങാത്ത ചുരുക്കം പേർക്ക് വേണ്ടി സഭയെ തകർക്കാൻ സഭാ നേതൃത്വവും മത്സരിക്കുകയാണ്.